നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് കുറേ ആയിട്ട് ഞാൻ ചാനൽ മെസ്സേജ് ചെയ്യാൻ ചെയ്തിട്ടില്ല. ചാനൽ മെസ്സേജ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലെ. അതെനിക്ക് ചില സമയത്ത് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ, എന്തോ ഇങ്ങനെ ഒരു ഭാരം പോലെ തോന്നുക, ഒരു എന്തൊക്കെയോ പറയാനുണ്ട് എന്ന രീതിയിലൊരു ഫീലിംഗ്, ഒന്ന് കരയണം എന്നുള്ള തോന്നൽ വരിക, ഒരു വല്ലാത്തൊരു ആങ്സൈറ്റി ഫീലിംഗ് വരും എനിക്ക് അങ്ങനെ. അത് ഇപ്പോൾ കുറച്ചായിട്ട് ഇടയിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ ഇന്ന് എനിക്കത് വളരെ ഹെവി എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഐ തിങ്ക് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ശ്രദ്ധിക്കുന്നില്ല അതൊന്നും കാര്യങ്ങൾ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഫുൾ മൂൺ ആൻഡ് ലൂണാർ എക്ലിപ്സ് രണ്ടും ഇന്നലെ ആയിരുന്നു. അപ്പം അതിൻ്റെ എനർജിയുടെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ സെപ്പറേഷൻ ആണെങ്കിൽ കൂടുതലുണ്ടാവും. അല്ലാതെ ഈവൻ കോണ്ടാക്റ്റ് ഉള്ളവർ, നിങ്ങൾ തമ്മിൽ ഒരു ലേശം അകൽച്ചയുണ്ട്, സംസാരം കുറവ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് പറയാനുള്ള, ചിലപ്പോൾ നേരിട്ട് പറയുന്നില്ല, പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ടാവാം. ഈ മൂൺ എനർജി എല്ലാവരെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ അവർക്കും നിങ്ങളുടെ മനസ്സിലും ആ പേഴ്സണിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ, അവരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം, കാണണം എന്നുള്ള ആഗ്രഹം, അങ്ങനെ നിങ്ങളുടെ ഉള്ളിലും കൂടുതലുണ്ടാവും. പക്ഷെ അതേപോലെ നിങ്ങളുടെ പേഴ്സണിനും ഉണ്ടാവും. അവർ ചിലവർ വളരെ കൺട്രോൾ വെച്ച് മാറി നിൽക്കും. അപ്പോൾ എവിടെയോ പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു, നമ്മൾ പറയില്ല, ഒരു പുൾ എന്ന് പറയും നമ്മൾ, ആ കാര്യം അത് ആയിരിക്കാം ചിലപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇത് കുറച്ചു കാലം മുമ്പ് ഞാനത് റെഗുലറായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇത്തിരി കുറവാണ്. ഞാൻ അധികം അങ്ങനെ ഫീൽ ചെയ്യാറില്ല. ബട്ട് എന്തോ ഇന്ന് അങ്ങനെ ഒരു എനർജി തോന്നി എനിക്ക്, ഇന്ന് അങ്ങനത്തെ റീഡിങ് എടുക്കണം എന്നുള്ളത്. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്നോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ പേഴ്സണിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവാം. പേഴ്സണിന് നിങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഇന്ന് എന്ത് തരത്തിൽ കിട്ടുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ സാധാരണ അവർ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ പറയാനാണ് ശ്രമിക്കാറ്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ കിട്ടുമോ എനിക്ക് അറിയില്ല. ഏതെങ്കിലും രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അവരുടെ മെസ്സേജസ് എത്തിക്കാൻ എന്തായാലും ശ്രമിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നിങ്ങൾക്കുള്ളത് എന്ന രീതിയിൽ. അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിന് ക്വസ്റ്റ്യൻ ഞാൻ ഓപ്പൺ വെക്കാം. അത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന രീതിയിൽ ജസ്റ്റ് ഞാൻ ചോദിക്കാം. ആൻഡ് അങ്ങനെ കിട്ടുന്ന രീതിയിൽ ഞാൻ പറയാം. അതിന് കൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് വ്യൂവേഴ്സിന്റെ മനസ്സിൽ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ. നീ എന്താ എന്നെ കോണ്ടാക്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നീ എന്നോടൊന്നും സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് നീ എന്നോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാത്തത്? എന്താണ് നിന്റെ മനസ്സിൽ? നീ എന്താ ചിന്തിക്കുന്നത്? എന്നെക്കുറിച്ച് എന്താ നീ ചിന്തിക്കുന്നത്? എന്താ നിന്റെ മനസ്സിൽ നമ്മളുടെ ബന്ധത്തിനെ കുറിച്ച് നീ എന്താ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അട്രാക്ഷൻ്റെ കാര്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം. നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് സ്നേഹം എന്നല്ലാതെ വേറൊരു ഫീലിങ്ങും എനിക്ക് വരുന്നില്ല. നിന്നെ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് ഇമോഷണലായി പോകുന്നുണ്ട്. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിന്നെ. എൻ്റെ സ്വപ്നത്തിൽ നിന്നെ കാണാറുണ്ട്. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് ഒരു അറ്റാച്ച്മെൻറ്റ് ഞാൻ ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന രീതിയിലാണ് ഞാൻ നിന്നെ കാണുന്നത്. നീ എൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, എൻ്റെ വിധി നമ്മളെ അനുവദിച്ചിരുന്നെങ്കിൽ നിന്നെ എൻ്റെ ജീവിതത്തിൽ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം.
ഒരുപാട് ഞാൻ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ. നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന സമയങ്ങൾ, നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന മൊമെന്റ്സ്, നമ്മൾ ഒന്നിച്ച് ഷെയർ ചെയ്തിട്ടുള്ള സ്നേഹം, നീ തന്നിട്ടുള്ള സ്നേഹം, നീ കാണിച്ചിട്ടുള്ള കെയർ, നമ്മൾ ഒരുപാട് ഒരുപാട് ഹാപ്പി ആയിരുന്ന സമയങ്ങൾ, എനിക്കതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. എനിക്കതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ്. എനിക്ക് നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് നിന്റെ അടുത്തേക്ക് എത്രയും വേഗം വരണം എന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. നീ എന്നെ വിട്ട് പോവോ എന്നൊരു പേടിയുണ്ട്. ഞാൻ കുറച്ച് അകന്ന് മാറിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നീ എന്നെ വിട്ട് പോവോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. എത്രയും വേഗം നിന്നെ കാണാൻ സാധിച്ചാൽ എനിക്ക് കാണണം എന്ന ആഗ്രഹമുണ്ട്. നീ എന്നെ കാണാൻ വരുമോ? എനിക്ക് സാധിച്ചാൽ ഞാൻ വന്ന് നിന്നെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ തമ്മിൽ എത്രയും വേഗം ഒരു മീറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെൻ്റെ ആഗ്രഹമുണ്ട് എനിക്ക്. നീ ഇപ്പം നിൻ്റെതായ ഒരു കരിയർ, ജോലി, അതിലൊക്കെ നീ വളരെ ബിസി ആണെന്ന് തോന്നുന്നു. നീ ഇപ്പം എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം, എനിക്ക് ഇടയ്ക്ക് ഡൗട്ട് വരുന്നുണ്ട്. നീ ഇപ്പോൾ പഴയ പോലെ എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ടിട്ടും എന്നെ സംസാരിച്ചിട്ടും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. എനിക്ക് നിന്നെ നഷ്ടപ്പെടുവാണോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. നീ വളരെ നിൻ്റെ കരിയറിൽ നീ ഗ്രോ ചെയ്യുന്നുണ്ട്. നിൻ്റെതായ ഒരു അബൻഡൻസ് നിനക്കുണ്ട്. അപ്പം അതിലിടയിൽ ഇപ്പം ഞാൻ നിൻ്റെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. നമ്മൾ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ട്, ഒരു ലേശം അകൽച്ച വന്നിരുന്നു, ശരിയാണ്. ഞാനായിട്ട് തന്നെ വെച്ചതാണ്, ഞാനായിട്ട് തന്നെ ഒരു അകൽച്ച ഉണ്ടാക്കിയതാണ്. അതെൻ്റെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത എൻ്റെ ഒരു ധൈര്യക്കുറവ് എന്ന് പറയാം. എൻ്റെ ഒരു ധൈര്യക്കുറവ് കൊണ്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തിയോ എന്നാണ് ഇപ്പം എൻ്റെ തോന്നൽ. എൻ്റെ പേടി അതാണ്. എനിക്ക് തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല. എനിക്ക് നിനക്ക് വേണ്ട പോലെ നിൻ്റെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ വേണ്ട സമയം തരാൻ, അതിനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും മറ്റു കാര്യങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഞാൻ ആ ഇമ്പോർട്ടൻസ് തന്നിട്ടില്ല, ആ പ്രയോറിറ്റി ഞാൻ നിനക്ക് തന്നില്ല. ഇപ്പം നീ എന്നെ വിട്ട് അകന്നു പോവാണോ എന്നെനിക്ക് പേടിയുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ സ്നേഹം എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് ഞാൻ നിന്നെ ചേർത്ത് മാത്രമാണ് ഞാൻ കാണുന്നത്. അത് ഈ ജന്മത്തായാലും പൂർവ്വജന്മ കണക്ഷൻ ആണോ എന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നീ എൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട്. പക്ഷെ എൻ്റെ പേടികളാണ് എന്നെ തടയുന്നത്. എൻ്റെ പേടികൾ കാരണമാണ് എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത്. എനിക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളൊരു പേടി. ഇപ്പോൾ ഉള്ള എനിക്ക് ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, എനിക്ക് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, കടമകളുണ്ട്. എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, എൻ്റെ ഫാമിലി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, എൻ്റെ കുടുംബത്തിനെ എനിക്ക് നോക്കണം. എൻ്റെ മേലെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഞാൻ എൻ്റെ അതിലേക്കൊക്കെ ഞാൻ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. എനിക്കൊരു പേടിയാണ് അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയാലും, ഞാൻ ഇത്രയും കാലം ഞാൻ കെയർ ചെയ്ത് ഞാൻ വളർത്തിയെടുത്ത കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോവോ എന്നെനിക്കൊരു പേടിയുണ്ട്. മറ്റുള്ളവരെ മുൻപിൽ എന്താവും എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. മറ്റുള്ളവർ എന്നെ എന്ത് കരുതും, ഞാൻ അങ്ങനെ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, നിന്നെ ചൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഫാമിലിയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാതെ ഞാൻ നിന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് എന്തു പറയുമെന്നുള്ള പേടികളുണ്ട് എനിക്ക്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടേക്കാം. അപ്പം എൻ്റെ ഉള്ളിൽ ആ ഒരു പേടി, ആ ഒരു ഭയം. എനിക്ക് മറ്റൊന്നിലും താല്പര്യമില്ല. എനിക്ക് ആര് എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ശരി, എനിക്ക് എൻ്റെ ചുറ്റും എന്തൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ശരി, എന്ത് ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ശരി, പക്ഷെ അവിടെ ഒന്നും എനിക്ക് താല്പര്യം തോന്നാറില്ല. എനിക്ക് വേണ്ട ഒരു കാര്യം നീ മാത്രമാണ്, പക്ഷെ അതെനിക്ക് ചൂസ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കതിന് ഒരു സാധ്യതയില്ല. എനിക്ക് നിനക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ എനിക്കിപ്പോൾ സാധിക്കില്ല. എൻ്റെ ഫാമിലി എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. എൻ്റെ ഫാമിലി എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അവരെ ഞാൻ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട്. അവരെ എല്ലാവരെയും വെറുപ്പിച്ച്, അല്ലെങ്കിൽ അവരെല്ലാവരെയും മാറ്റി
മാറ്റി നിർത്തി നിനക്ക് വേണ്ടി അവരെല്ലാം മാറ്റി നിർത്തി നിനക്ക് വേണ്ടി ഞാനൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ എല്ലാം നഷ്ടപ്പെടും. ആ ഒരു ഭയം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്നെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ന്യായത്തിന് എനിക്ക് പേടിയുണ്ട്. ഞാൻ ചെയ്യുന്ന തെറ്റായി പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. എൻ്റെ കുടുംബത്തിൻ്റെ വാക്ക് മാനിക്കാതെ, അല്ലെങ്കിൽ അവരെ പറഞ്ഞത് കേൾക്കാതെ, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി ഞാൻ എന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഒരു വലിയ തെറ്റായി പോവോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അത് ഞാൻ ദൈവം എനിക്ക് അതിനുള്ള ശിക്ഷ തന്നാലോ എന്നുള്ളൊരു പേടിയുണ്ട്. എനിക്കെല്ലാം നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി എനിക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട്. എനിക്ക് പല കാര്യങ്ങളും എനിക്ക് തീരുമാനിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ചില ആളുകളുടെ കൺട്രോളിലാണ്. എന്നെ കൺട്രോൾ ചെയ്യുന്ന എനിക്ക് എൻ്റേതായ ഒരു ഫ്രീഡം ഇല്ല. എൻ്റേതായ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാൻ എനിക്കൊരു ഫ്രീഡം ഇല്ല. എൻ്റെ ഫാമിലി അവർ പറയുന്നതിൻ്റെ അഗെയിൻസ്റ്റ് എനിക്ക് പോകാൻ സാധിക്കില്ല. അത്രയ്ക്കുള്ള ധൈര്യം എനിക്കില്ല എന്ന് തന്നെ പറയാം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിന്നെ അല്ലാതെ എൻ്റെ ലൈഫിൽ ഞാൻ മറ്റൊരു സന്തോഷം എന്ന് പറയാൻ എനിക്കില്ല. പക്ഷെ നിന്നെ ചൂസ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടെ കൂട്ടണമെങ്കിൽ, നിന്റെ കൂടെ ഞാൻ വരണമെങ്കിൽ എനിക്ക് പലതും പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. എനിക്ക് പലരെയും എതിർക്കേണ്ടി വരും. അതിൽ എന്നെ തടയുന്ന ചില കാര്യങ്ങളുമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെൻ്റെ കുടുംബത്തിനെ എങ്ങനെ ബാധിക്കും, അച്ഛനമ്മമാരെ എങ്ങനെ ബാധിക്കും, എൻ്റെ ഫാമിലിയെ എങ്ങനെ ബാധിക്കും, എൻ്റെ മക്കളെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ അച്ഛനമ്മമാരായാലും അവരെ എങ്ങനെ ബാധിക്കും. അവർക്കത് താല്പര്യമില്ലാതെ ഞാനൊരു സ്റ്റെപ്പ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി ഞാനൊരു തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം അവരുടെ ഒരു കൺട്രോൾ എൻ്റെ മേലെ ഉണ്ട് എന്ന രീതിയിൽ പറയാം. ഞാനിപ്പോൾ ശ്രമിക്കുന്നത് എൻ്റെ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. എൻ്റേതായ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ ജോലി, കരിയർ, അതിലേക്ക് ഞാൻ മാക്സിമം എൻ്റെ സമയങ്ങൾ ഞാൻ അതിന് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ബിസി ആവാൻ ശ്രമിക്കുകയാണ്. ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. എൻ്റെ ലൈഫിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കൊരു എല്ലാത്തിനും വേണ്ട എൻ്റെ കയ്യിൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആദ്യം വേണം. എൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് എനിക്ക് വേണമെങ്കിൽ എനിക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ന്യായം ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കാറുമുണ്ട്. There is some gossip only hurts more. നമ്മൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നെനിക്ക് നല്ല ഫീലിംഗ് വരാറുണ്ട്. മുൻപേ നമ്മൾ തമ്മിൽ എവിടെയോ പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഒരു ഡീപ്പ് കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിന്നോട്. എനിക്ക് നിന്നോട് സ്നേഹമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നീ ഒരിക്കലും ചോദിക്കരുത്. അങ്ങനെ ഒരു സംശയം എൻ്റെ ഉള്ളിൽ ഒരിക്കലും വരരുത്. ഞാൻ സംസാരിക്കാതിരുന്നാലും, ഞാൻ മാറി നിന്നാലും, അകൽച്ച വെച്ച് നിന്നാലും, നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലും മീറ്റ് ചെയ്തില്ലെങ്കിലും എൻ്റെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം, അതിനെ നീ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് നിന്നോടുള്ള സ്നേഹമുണ്ട് എന്നുള്ളത് മാത്രമാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ സ്നേഹമുണ്ട് എന്നുള്ളത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ജീവിതത്തിൽ വേറൊരു വ്യക്തിയുണ്ട്. മറ്റു ചിലർ നമ്മുടെ ബന്ധത്തിൽ തടസ്സമായിട്ടുണ്ട്.
എന്നോട് നിന്നെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നീയുമായിട്ടുള്ള ബന്ധം മാറ്റി വെക്കണം എന്ന് പലരും എന്നോട് പറയാറുണ്ട്. എനിക്കിതൊക്കെ ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കാറുണ്ട് ഞാൻ. നീ കരുതുന്നുണ്ടാവും എനിക്കിതൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ പക്ഷെ അതൊന്നും കാണിക്കാതെയാണ്, ഞാൻ ഒരു ഈഗോ വെച്ച് നിൽക്കുന്നു എന്നാണ് എൻ്റെ തോന്നൽ. പക്ഷെ അതെല്ലാം എൻ്റെ ഒരു മറം മാത്രമാണ്. എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ ഞാൻ നിന്നെ അറിയിക്കാതിരിക്കുകയാണ്. നിനക്ക് എന്നെ എപ്പോഴും അതേപോലെ പഴയ പോലെ വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്കിപ്പോൾ എങ്ങനെ എന്നെ വേണം എന്ന് ആഗ്രഹമുണ്ടോ? നീ നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ പിന്നിൽ ഉപേക്ഷിച്ച് പോവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്കിപ്പോൾ അതേപോലെ എന്നെ ആഗ്രഹമുണ്ടോ? നിനക്കെന്താ വേണ്ടത്? യു ആർ സോ വെരി സ്പെഷ്യൽ ആൻഡ് ഐ ആം കമ്മിങ് ട്രസ്റ്റിംഗ് യു. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ തന്നെയാണ്. നീയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ. ഞാൻ വരും, തീർച്ചയായിട്ടും ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും. ഇപ്പം അല്പം അകൽച്ചയുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടോ നിന്നെ വേണ്ടാഞ്ഞിട്ടോ അല്ല. സാഹചര്യം കാരണം ഞാൻ മാറി നിൽക്കുന്നതാണ്. ഞാൻ വരും തീർച്ചയായിട്ടും. ഓക്കെ, പേഴ്സൺ ഇവിടെ ഇത് 2-3 വാക്കുകൾ തന്നെ നമുക്ക് ഒരുപാട് കൺഫർമേഷൻ ഉണ്ട്. ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അവരെ. എനിക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് 2 തരത്തിൽ ഫീൽ ചെയ്തു. ഒന്ന് വൈഫ് എന്ന രീതി, ഹസ്ബൻഡ് വൈഫ് എന്ന രീതിയിലാവാം, അവർ മാരീഡ് ആവാം. ചിലവർക്ക് ഫാമിലി പാരൻസ് എതിർപ്പ് എന്ന രീതിക്കും പറയാം. സോ ആ 2 രീതിക്കാണ് ഇവിടെ എനിക്ക് തേർഡ് പാർട്ടി ഫീൽ ചെയ്തത്. 2 സിറ്റുവേഷനും കണ്ടിരുന്നു. സോ നിങ്ങളെക്കുറിച്ച് ആരൊക്കെയോ, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന രീതിയിൽ അവരെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ബട്ട് അവർക്ക് നിങ്ങളെ വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ അവർക്ക് സാഹചര്യങ്ങൾ അവരെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഉള്ളിലെ പേടികൾ എന്ന് പറയാം, അവരുടെ ഉള്ളിലെ ഫിയേഴ്സ് എന്ന് പറയാം. ചിലവർക്ക് ബ്ലാക്ക് മാജിക് എനർജി എനിക്ക് തോന്നി, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അവരെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളിൽ ചിലവർക്ക് ബ്ലാക്ക് മാജിക് ഉണ്ട്. ബ്ലാക്ക് മാജിക് എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങനെ എന്താ പറയുക, വലിയ ഇത് ചെയ്ത് ഇതാക്കുന്നു അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ജസ്റ്റ് ഫാമിലി ചിലപ്പോൾ പ്രാർത്ഥിക്കും, എന്നിട്ട് അങ്ങനെ വേറെ ബന്ധത്തിലേക്കൊന്നും പോവാതെ ആൾ നിൽക്കണേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കും അല്ലേ. അതും ഒരു തരത്തിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആണ് നിങ്ങൾക്ക് ഭവിക്കുന്നത്. ഓക്കെ, അത് അവർ ഓർക്കുന്നില്ല, അത് വേറെ കാര്യം. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. നമുക്കതിലൊന്നും കുറ്റം പറയാനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിറ്റുവേഷൻ, ചില മാരീഡ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പിന്നെ അവിടെ ഒന്നും പറയാനില്ല. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സ്നേഹം പ്യുവറാക്കി കീപ്പ് ചെയ്യുക, നിങ്ങളുടെ മനസ്സ് പ്യുവറാക്കി കീപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആരെയും അകറ്റാനോ നിങ്ങൾ അങ്ങനെ മനസ്സുകൊണ്ടൊന്നും ആഗ്രഹിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ന്യായമായിട്ട് അവർ സ്ട്രോങ് ആയിട്ട് അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ വരട്ടെ എന്ന രീതിക്ക് മാത്രം ചിന്തിക്കുക. അത് യൂണിവേഴ്സ് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വിധിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, തേർഡ് പാർട്ടിക്ക് വേണ്ടി അങ്ങനെ തേർഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ, അതിപ്പോൾ പാരൻസ് ആയാലും സിസ്റ്റർ ബ്രദർ ആയാലും ഫാമിലി ആയാലും ആരായാലും ശരി, നിങ്ങൾ അവർക്ക് വേണ്ടി കൂടി നല്ലത് പ്രാർത്ഥിക്കുക ശരിക്കും. ഓക്കെ, ചെയ്യേണ്ടത് അതാണ്. കാരണം നമുക്ക് ആരെയും നമ്മളെ മനസ്സുകൊണ്ട് ആരെയും നമ്മൾ ഒന്നും തെറ്റായിട്ട് ഒരിക്കലും പറയരുത്. തേർഡ് പാർട്ടീസ് എപ്പോഴും, ഞാൻ ആക്ച്വലി ഇത് കുറേ തവണ ഞാൻ ഇത് പറയണം എന്ന് വിചാരിച്ചാണ്. എപ്പോഴും കമൻറ്റ് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, നിങ്ങളെല്ലാവരും മതി തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോണേ എന്ന രീതിയിൽ പറയും. ഒരിക്കലും അങ്ങനെ പറയരുത്. ആ തേർഡ് പാർട്ടി ആരോ ആയിക്കോട്ടെ, ലൈക്ക് നിങ്ങൾ മാരീഡ് ആണ്, ഇപ്പോൾ ലൈക്ക് അവരുടെ ലൈഫിൽ വേറെ ആ തേർഡ് പാർട്ടി വന്നു എന്നായിരിക്കും. അതെന്തോ കർമ്മ കൊണ്ടാണ് വരുന്നത്. നിങ്ങളുമായിട്ടും കർമ്മയുണ്ട് ആ പേഴ്സണ്, ആ തേർഡ് പാർട്ടിക്ക്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഫർഗീവ്നെസ് കൊടുത്ത് അവർക്ക് വേറൊരു നല്ല ലൈഫ് കിട്ടണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അങ്ങനെയാണ് തേർഡ് പാർട്ടിയെ ഒഴിക്കേണ്ടത്. എങ്ങനെയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒഴിക്കേണ്ടത്? നിങ്ങൾ അവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കാം, അവർക്ക് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കൂ. അവർക്ക് പറ്റിയ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ വരണേ, അല്ലെങ്കിൽ അവർ വളരെ ഹാപ്പി ആയിട്ട് വേറൊരു ലൈഫിലേക്ക് അവർ പോണേ, അങ്ങനെ പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴേ ആ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോളൂ. മാത്രമല്ല നിങ്ങളുടെ മനസ്സപ്പോൾ പ്യുവർ ആവുകയാണ്. ഓക്കെ, നിങ്ങളൊരാളെ ഒരു തരത്തിലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അവർക്ക് നല്ലത് വരണേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ അവിടെ നിങ്ങൾ കൂടി പ്യുവറിറ്റി കീപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോഴേ ദൈവത്തിന് നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ് തരാനും തോന്നുള്ളൂ അല്ലേ. സോ അങ്ങനെ മാറ്റി ചിന്തിച്ചു തുടങ്ങാം. ഞാനത് ഒരുപാട് തവണ വിചാരിച്ചാണ് കുറേ ആയിട്ട് ഇത് പറയണം എന്ന്. അപ്പം ഇന്നത്തെ ഒരു അവസരം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ്. ലവേഴ്സ് കാർഡാണ്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് എനർജി, സോൾമേറ്റ് എനർജിയാണ്. ഓക്കെ, ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം. ഓക്കെ, പേഴ്സൺ അകൽച്ചയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സാഹചര്യം, സിറ്റുവേഷൻ കാരണമാണ്. ബട്ട് അവർ മനസ്സിൽ നിങ്ങളുണ്ട് എന്തായാലും. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.